വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. ഒരിക്കൽ കൂടെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് അതിശക്തമായി നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ കടന്നുകയറ്റത്തെക്കുറിച്ചുമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഓരോ ദിവസങ്ങളും നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വചനത്തിൽ നിന്ന് പഠിക്കുമ്പോൾ ഓഫ് കോഴ്സ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ കാണാൻ സാധിക്കും. സോ നമ്മൾ വീണ്ടും ഇന്നും കാണാൻ പോവുകയാണ്. എത്ര പേർ തയ്യാറുള്ള വ്യക്തികൾ ഈ സമയത്ത് ലൈവ് ചാറ്റിൽ നിങ്ങൾ എവിടെ നിന്നാണ് ജോയിൻ ചെയ്യുന്നത് ലൈവ് ചാറ്റിൽ മെൻഷൻ ചെയ്യുക, പ്രൈസിലോട് പറയുക. നമുക്ക് എല്ലാവർക്കും പരസ്പരം വെൽക്കം ചെയ്യാം. വി വെൽക്കം ബ്ലെസ്സിങ് ടുഡേ ഗ്ലോബൽ ഫാമിലി ടു ടുഡേസ് മോർണിംഗ് ഗ്ലോറി. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ കോ സ്പോൺസറിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് തിരുവനന്തപുരത്തിൽ നിന്ന് ജയൻ ബ്രദറാണ് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ബ്രദറെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ജയൻ ബ്രദറെ അനുഗ്രഹിക്കുന്നു. കണ്ണിലെ കാഴ്ച യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് വർദ്ധിക്കട്ടെ കർത്താവ്, ഒരു അത്ഭുതം ഇപ്പോൾ സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കൈകളിൽ ഒരു ബലം വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സകല ക്ഷീണവും മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. അപ്പോൾ തന്നെ മക്കളുടെ കുടുംബജീവിതത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുടുംബത്തിൽ കർത്താവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ അവർ കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് ബ്രദറെ അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുള്ള വ്യക്തികൾ നിങ്ങൾക്ക് സ്ക്രീനിലെ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് നിങ്ങൾക്കും ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ സാധിക്കും. ആമേൻ. നമുക്ക് ഒരുമിച്ച് വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് അനൗൺസ്മെൻറ്റ്സ് ഞാൻ പറയട്ടെ. നമുക്ക് ഈ തേഴ്സ്ഡേ ഫ്രൈഡേ, അതായത് നാളെ മറ്റന്നാളും നമ്മുടെ യൂത്ത് കോൺഫറൻസ് വന്നിരിക്കുകയാണ്. അതിശക്തരായ ദേവദാസന്മാരും ദേവദാസികളാണ് ശുശ്രൂഷിക്കുന്നത്. വി ഹാവ് പാസ്റ്റർ ജോഷുവ ആൻഡ്രൂസ്, പാസ്റ്റർ സ്റ്റാൻലി തോമസ്, പാസ്റ്റർ മാത്യു ടി ജോൺ തുടങ്ങിയുള്ള പല വ്യക്തികൾ, നമ്മുടെ ബ്ലെസ്സിങ് ടുഡേയിലെ ഫുൾ ടീമും എല്ലാം ശുശ്രൂഷിക്കുന്ന ഒരു മീറ്റിംഗ് ആണ്. സോ ഇതിലേക്ക് നമ്മളെല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നു. വലിയ ഇമ്പാർട്ടേഷൻസ് നമ്മുടെ യൂത്ത്സിൻ്റെ ഇടയിൽ വരുന്നു. യൂത്ത് റിവൈവൽ എന്ന പേരിലാണ് മീറ്റിംഗ് നടക്കുന്നത്. സോ അതിനു വേണ്ടി എല്ലാവരും നിങ്ങളുടെ മക്കളെ അയക്കുക. 13 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള വ്യക്തികൾ എന്നെ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് ആ പ്രായമാണെങ്കിൽ അവരെ തീർച്ചയായും ഈ മീറ്റിങ്ങിലേക്ക് അയക്കണം. ആരും മിസ് ചെയ്യരുത്. ആരും ഈ ദൈവത്തിൻ്റെ ഈ വലിയൊരു ചലനം മിസ് ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമില്ല, കർത്താവിനും ആഗ്രഹമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ വി ഇൻവൈറ്റ് എവറിബഡി ടു കം ടു യൂത്ത് റിവൈവൽ 2025. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാനും നിങ്ങളെ ഒന്ന് ഓർപ്പിക്കട്ടെ. അപ്പോൾ തന്നെ നവംബർ 14, 15 തീയതികളിൽ നമുക്ക് ഗ്ലോ മീറ്റിംഗ് വരുന്നു. സോ ഗ്ലോ മീറ്റിംഗിലേക്കും എല്ലാവരെയും പ്രത്യേകം ഇൻവൈറ്റ് ചെയ്യുന്നു, വെൽക്കം ചെയ്യുന്നു. കർത്താവ് ലേഡീസിനിടയിലും വലിയ പ്രവർത്തികൾ ചെയ്യുവാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ 21 വയസ്സിന് മുകളിലുള്ള നമ്മുടെ ലേഡീസ് എല്ലാവരും ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുക, കടന്നു വരിക. ആമേൻ. ഈ വെള്ളിയാഴ്ച നമുക്ക് എൻകൗണ്ടർ നൈറ്റ് മീറ്റിംഗ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. 7 മണി മുതൽ 12 മണി വരെയുള്ള സമയത്തിൽ, രാത്രി സമയത്താണ് നമ്മുടെ എൻകൗണ്ടർ നൈറ്റ് മീറ്റിംഗ് നടക്കുന്നത്. അതിലേക്ക് ഇവിടെയുള്ള എല്ലാ വ്യക്തികളും കടന്നു വരിക. പല സ്ഥലങ്ങളിൽ നിന്ന് യാത്ര ചെയ്താണ് ആ മീറ്റിങ്ങിന് എല്ലാവരും എത്തുന്നത്. സോ നിങ്ങൾക്കും തീർച്ചയായിട്ടും ബ്ലെസ്സിങ് ടുഡേയിൽ ഒരു മീറ്റിംഗിൽ ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ ഈ മീറ്റിങ്ങിൽ തീർച്ചയായും കടന്നു വരിക. സോ ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. വെൽക്കം ബാക്ക്. ഈ ആഴ്ചയിൽ നമ്മളൊരു പുതിയ മെസ്സേജ് സീരീസ് ആരംഭിച്ചു. ഇറ്റ് ഈസ് വെരി എക്സൈറ്റിംഗ്. ആൻഡ് ഈ പോഡ്കാസ്റ്റുകൾ, ദീസ് പോഡ്കാസ്റ്റ് ക്യാൻ ബി എ ഡെസ്റ്റിനി ചേഞ്ചർ ഇൻ യുവർ ലൈഫ്. എല്ലാം മാറ്റിമറിക്കുന്ന ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവിലൂടെ വെളിപ്പെടുത്താൻ പോവുകയാണ്. ഞാൻ പറഞ്ഞിരുന്നു, UK US മിഷൻ ട്രിപ്പിൽ കർത്താവ് തന്നൊരു ഫോക്കസാണ് ദ ഹോളി സ്പിരിറ്റ് ഇൻവേഷൻ. പരിശുദ്ധാത്മാവിൻ്റെ കടന്നാക്രമണം. അതിൻ്റെ ചില മുഖവുരയും കാര്യങ്ങളൊക്കെയാണ് ഇന്നലെയും മിനിഞ്ഞന്നൊക്കെ ആയിട്ട്, അല്ലേ, തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലൊക്കെ ഞാൻ തന്നുകൊണ്ടിരുന്നത്. മിസ്സായ ആരെങ്കിലും ഉണ്ടോ എന്ന് കൈ കാണിച്ചേ. ഇന്നലത്തെ മിനിഞ്ഞന്നത്തെയും ദയവായി യൂട്യൂബിൽ, ഫേസ്ബുക്കിൽ, ആർക്കൈവ്സിലൊക്കെ ഒന്ന് പോയി വാച്ച് ചെയ്യുക. അതിലൂടെ ഒത്തിരി അനുഗ്രഹം കർത്താവ് നിങ്ങൾക്ക് തരും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അടുത്തതിലേക്ക് നമ്മൾ കയറാൻ പോകുന്നത്. നമ്മൾ ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞു, ദൈവം മനുഷ്യനെ മനുഷ്യനായിട്ടാണ് സൃഷ്ടിച്ചത്. രണ്ടുപേരെയും കൂടി ചേർത്ത് ദൈവം അവർക്ക് ആദാമെന്ന് പേരിട്ടു. രണ്ടുപേർക്കും കൂടി ഒറ്റ പേരുള്ളൂ, ആദാം. പിന്നീട് ആദമാണ് ഹവ്വ എന്ന് പെങ്കൊച്ചിന് പേരിട്ടത്. സോ രണ്ടുപേരെയും കൂടെ ഒരുമിച്ചാണ് കർത്താവ് സൃഷ്ടിച്ചത്. അതിനുശേഷം ആദ്യത്തെ മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം അവനിൽ നിന്ന് സ്ത്രീയെ പുറത്തെടുത്തു.
അപ്പോൾ ആണും പെണ്ണുമായി അവരെ സ്പ്ലിറ്റ് ചെയ്തു. എന്നിട്ട് വിവാഹ ജീവിതത്തിൽ അവർ ഒരുമിച്ച് കൂടി വരുന്നു. പക്ഷേ ബേസിക്കലി മാൻ ഈസ് എ സ്പിരിറ്റ് ബീയിങ് അല്ലേ? ആദ്യം സൃഷ്ടിച്ചത് ആത്മമനുഷ്യനെയാണ്. നമ്മുടെ അകത്തുള്ള ആത്മാവിനെ ആദ്യം സൃഷ്ടിച്ചു. അതിനുശേഷം ആത്മാവിനെ എടുത്ത് ഈ പൊടി കൊണ്ടുള്ള അല്ലെങ്കിൽ ഭൗതികമായ ഒരു മൺശരീരത്തിനുള്ളിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇന്നലെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞൊരു കാര്യം, യേശുവിൻ്റെ ശുശ്രൂഷയിൽ കർത്താവ് ആദ്യമായിട്ട് ചെയ്തൊരു ശുശ്രൂഷ എന്ന് പറയുന്നത് ദുരാത്മാവിനെ പുറത്താക്കുന്നതായിരുന്നു. പള്ളിയിൽ മെമ്പറായിരുന്ന ഒരു ചർച്ച് മെമ്പറാണ്, അന്നത്തെ സിനഗോഗിലെ ചർച്ച് മെമ്പറായിരുന്ന ഒരാളുടെ ഭൂതത്തെ യേശു കർത്താവ് പുറത്താക്കി. അപ്പോൾ യേശു ആ മെമ്പർ അദ്ദേഹത്തിൻ്റെ ജനനം മുതൽ എത്ര വയസ്സ് ഉണ്ടെന്നറിയില്ല, യേശു ഭൂതത്തെ പുറത്താക്കുമ്പോൾ അതുവരെ ആ പള്ളിയിലെ മെമ്പർ അംഗമാണ്. ഒരു ചിങ്കയൊക്കെ കൊടുത്ത് മര്യാദയ്ക്ക് ഇരിപ്പുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും ആ ഭൂതം ഒരു പക്ഷെ പുറത്ത് വന്ന് കാണില്ല. പക്ഷേ വെളിച്ചം വന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ യേശു ആ സിനഗോഗിലോട്ട് കയറുമല്ല, പെട്ടെന്ന് ആ പൈശാചിക ശക്തികൾ പുറത്തേക്ക് വന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, ഒരു മുറിയിൽ നിന്നും ഇരുട്ടിനെ ഓടിക്കാൻ ആകെപ്പാടെ അങ്ങോട്ട് ഒരല്പം വെളിച്ചം എത്തിച്ചാൽ മാത്രം മതി, തന്നെത്താൻ ഇരുൾ പുറത്ത് ചാടും. അപ്പോൾ ആ ഒരു ശുശ്രൂഷ, അപ്പോൾ ദൈവാത്മാവിനാൽ, മത്തായി 12:28 ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം വന്നെത്തിയിരിക്കുന്നു സ്പഷ്ടം. ഇൻ അതർ വേർഡ്സ്, ദ ഹോളി സ്പിരിറ്റ് ഇൻവേഷൻ മീൻസ് ദ ഇൻവേഷൻ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. പരിശുദ്ധാത്മാവിൻ്റെ കടന്നാക്രമണം എന്ന് വെച്ചാൽ അതിനെ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ദൈവരാജ്യത്തിൻ്റെ കടന്നുവരവെന്നാണ് അർത്ഥം. എവിടെയെങ്കിലും ദൈവാത്മാവ് വന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ദൈവരാജ്യം അവിടെ എത്തിയെന്ന്. ദൈവരാജ്യം കാണത്തക്ക വണ്ണമല്ല വരുന്നത്, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. ഇതൊന്നും ഒത്തിരി ആൾക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ പിലാത്തോസിൻ്റെ മുമ്പിൽ വെച്ച് വിചാരണ നടക്കുന്ന സമയത്ത് ചോദിച്ചു, നീ രാജാവാണോ എന്ന് ചോദിച്ചു. നീ യഹൂദന്മാരുടെ രാജാവാണോ? ഉണ്ടെങ്കിൽ തുറന്ന് പറ. അത് നീ തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ യഹൂദന്മാരുടെ രാജാവെന്ന് പറഞ്ഞിട്ട് നീ ഇങ്ങനെ ചുമ്മാ സാധാരണ ഒരു രീതിയിലൊക്കെ വസ്ത്രം ധരിച്ച്, രാജകീയ വസ്ത്രവും ധരിച്ചിട്ടില്ല, തലയിൽ കിരീടം വെച്ചിട്ടില്ല, കയ്യിൽ ചെങ്കോലില്ല, സിംഹാസനമില്ല, പിന്നെ നീ എങ്ങനെ രാജാവാകും? നിൻ്റെ രാജ്യം എവിടെയാണ്? രാജ്യമൊന്നും കാണുന്നുമില്ല. ഇവിടെ ഇപ്പോൾ ഞങ്ങളൊക്കെയാണ് ഭരിക്കുന്നത്. ഹെരോദാവ് ഭരിക്കുന്നു, പിലാത്തോസ് ഗവർണറാണ്, ഹെരോദാവ് രാജാവാണ്, പിന്നെ കുറേ കുട്ടിരാജാക്കന്മാരും മറ്റുള്ളവരൊക്കെ ആയിട്ട് അങ്ങനെ സൈന്യാധിപന്മാരൊക്കെ ആയിട്ട് ഒരു രാജ്യം. പക്ഷേ നിൻ്റെ രാജ്യം എവിടെ? അവിടെയാണ് കർത്താവ് പറയുന്നത്, എൻ്റെ രാജ്യം ഐഹികമല്ല. ആയിരുന്നെങ്കിൽ ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കുമ്പോൾ എത്രയോ അധികം ലീജിയൻ ദൂതന്മാരെനിക്ക് അയച്ചു തരുമായിരുന്നു. എൻ്റെ രാജ്യം ഐഹികമല്ല. ഇന്ന് ഈ ലോകത്തിൽ കിടക്കുന്ന, ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ വേൾഡ് മാപ്പ് മേടിക്കുക, അതിൽ നോക്കുക ദൈവരാജ്യം എവിടെയെങ്കിലും ഉണ്ടോ. ദൈവരാജ്യത്തെ എന്ന് പറഞ്ഞുകൊണ്ട് മാർക്ക് ചെയ്തിട്ടുള്ള ഒരു രാജ്യം UN അംഗീകരിച്ചതായിട്ട് അങ്ങനെ ഒരു രാജ്യമില്ല. ദൈവരാജ്യം എന്നുള്ളൊരു രാജ്യമുണ്ട്, പല കിങ്ഡംസും ഉണ്ട്. പക്ഷേ ദൈവരാജ്യം ഒന്ന്, കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ ഒരു രാജ്യം മാപ്പിൽ കാണിച്ചു തരാൻ പറ്റും. അത് എർത്തിലി റലമിൽ അങ്ങനെ കാണാൻ പറ്റില്ല. പക്ഷേ ഈ ദൈവരാജ്യം എല്ലാ രാജ്യങ്ങളിലും സ്പ്രെഡായി കിടക്കുകയാണ്. മാപ്പ് മുഴുവൻ ദൈവരാജ്യമാണ്. പരിശുദ്ധാത്മാവ് ഇവിടെ എല്ലാം എത്തിയിട്ടുണ്ട്, അവിടെ എല്ലാം ദൈവരാജ്യമാണ്. ഹല്ലേലൂയ. എവിടെയുണ്ട് അവിടെ എല്ലാം ദൈവരാജ്യമാണ്. പരിശുദ്ധാത്മാവ് എത്തുന്ന സ്ഥലങ്ങൾ എൻക്രോച്ച് ചെയ്ത്, ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ ഒരു യൂണിറ്റാണ്, ദൈവരാജ്യത്തിൻ്റെ ഒരു സിറ്റിസണാണ്, ദൈവരാജ്യത്തിന് നിങ്ങൾക്ക് പൗരത്വമുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്ത് കിങ്ഡം ഓഫ് ഗോഡ് ടൈപ്പ് ചെയ്തില്ല, ദൈവരാജ്യം ദൈവരാജ്യം ദൈവരാജ്യം. ഓൾറൈറ്റ്. അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ ആർക്കൊക്കെ ഓർമ്മയുണ്ട്? ദ ഹോളി സ്പിരിറ്റ് ഇൻവേഷൻ മാർക്സ് ദ ബിഗിനിങ് ഓഫ് ദി എൻഡ് ഫോർ ദി എനിമീസ് റൂൾ. ശത്രുവിൻ്റെ ഭരണത്തിൻ്റെ അന്ത്യത്തിൻ്റെ ആരംഭം കുറിക്കുന്നതാണ് ദൈവാത്മാവിൻ്റെ കടന്നാക്രമണം. ഓർക്കുന്നുണ്ടോ? ഇനി ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ദ എൻഡ് ഓഫ് Satan's strongholds in a territory. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ശത്രുവിൻ്റെ അല്ലെങ്കിൽ സാത്താൻ്റെ കോട്ട കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് പൊളിച്ചു കളയുന്നതാണ് ദൈവാത്മാവിൻ്റെ കടന്നുവരവ് എന്ന് പറയുന്നത്.
പിന്നെ ഞാൻ പറഞ്ഞു, ദ ഹോളി സ്പിരിറ്റ് ഹാസ് ദ ഗ്രേറ്റസ്റ്റ് പെനിട്രേഷൻ പവർ. എവിടെയും തുളച്ചു കയറി ചെല്ലാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് സാധിക്കും. എത്ര പേര് ആമേൻ പറയും? ആരോ റെഡി? ഇനി ഞാൻ വളരെ പെട്ടെന്ന് കാര്യങ്ങളിലോട്ട് കയറാൻ പോവുകയാണ്. ഈ 7 മേജർ ഹോളി സ്പിരിറ്റ് ഇൻവേഷൻസ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ കടന്നാക്രമണം എന്ന ഫോക്കസ് പരിശുദ്ധാത്മാവ് തന്നപ്പോൾ ഞാനത് ദൈവവചനത്തിലൂടെ ഒന്ന് യാത്ര ചെയ്ത് അതിൻ്റെ ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കിയപ്പോൾ മൊത്തത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള 66 പുസ്തകങ്ങളിൽ നിന്നും പരിശുദ്ധാത്മാവിൻ്റെ മേജർ ഇൻവേഷൻസ് ഏതാണെന്ന് ഞാൻ പെറുക്കിയെടുത്തു. ഒത്തിരി ഉണ്ട്, അസംഖ്യം എന്ന് പറഞ്ഞാൽ അസംഖ്യമാണ്. അതിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ചിലത് മാത്രം ഞാൻ പിക്ക് ചെയ്തെടുത്തു. അതാണ് ഞാൻ ഈ സീരീസിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. 7 മേജർ ഹോളി സ്പിരിറ്റ് ഇൻവേഷൻസ്. എഴുതിയെടുക്കാമോ? നോട്ട് ചെയ്യാമോ? ഒരുപക്ഷെ സ്ക്രീനിൽ മീഡിയ അത് കാണിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്പർ 1, ക്രിയേഷൻ ഓഫ് ദ യൂണിവേഴ്സ്. ക്രിയേഷൻ ഓഫ് ദ യൂണിവേഴ്സ് അഥവാ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പ്, പ്രപഞ്ച സൃഷ്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഉൽപ്പത്തി പുസ്തകം 1-ലാണത് കാണുന്നത്. ഇതിനെ നമുക്ക് യൂണിവേഴ്സൽ ഇൻവേഷൻ എന്ന് വിളിക്കാം. ആഗോള വ്യാപകമായി പരിശുദ്ധാത്മാവിൻ്റെ ഒരു കടന്നാക്രമണം, കടന്നുവരവ് അല്ലെങ്കിൽ പ്രവർത്തനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ക്രിയേഷൻ ഓഫ് ദ യൂണിവേഴ്സ്, ജെനസിസ് ചാപ്റ്റർ 1. നമ്പർ 2, ഇൻകാർണേഷൻ ഓഫ് ജീസസ്. യേശുവിൻ്റെ മനുഷ്യാവതാരം, ഇൻകാർണേഷൻ ഓഫ് ജീസസ്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിലാണ് ഇത് കിടക്കുന്നത്. എല്ലാത്തിലും ഉണ്ട്, പക്ഷേ പ്രധാനമായി ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ. ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഇൻഡിവിജ്വൽ ഇൻവേഷൻ എന്നാണ്. ആദ്യം പറഞ്ഞത് പ്രപഞ്ചത്തിലേക്കുള്ള, മൊത്ത യൂണിവേഴ്സിലേക്കുള്ള പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പ്രവർത്തനം. രണ്ടാമത്തത് ഒരു വ്യക്തിയിലേക്ക് ഇൻകാർണേഷൻ ഓഫ് ജീസസ്, യേശുവിൻ്റെ ജഡാവതാരം. ഇൻഡിവിജ്വൽ ഇൻവേഷൻ എന്നതിനെ പറയാം, വ്യക്തിപരമായ പരിശുദ്ധാത്മാവിൻ്റെ ഒരു കടന്നുവരവ്. നമ്പർ 3, ബാപ്റ്റിസം ഓഫ് ജീസസ്. യേശുവിൻ്റെ സ്നാനം എഴുതുക, യേശുവിൻ്റെ സ്നാനം. മൂന്നാമത്തേത് മാത്യു ചാപ്റ്റർ 3, മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിലാണ് അത് കാണുന്നത്. യേശുവിൻ്റെ സ്നാനം കാണുന്നത്, യേശുവിൻ്റെ സ്നാനം, ബാപ്റ്റിസം ഓഫ് ജീസസ്. ആ ഭാഗത്ത് ഇറ്റ് ഈസ് ദി അനോയിൻറ്റിങ് ഫോർ മിനിസ്ട്രി, ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ഒരു അഭിഷേകം അതിലൂടെ വന്നു. യേശുവിൻ്റെ സ്നാനം കഴിഞ്ഞ് യേശു പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന കാര്യമാണ് പറയുന്നത്. മത്തായി 3-4. എല്ലാവരും എഴുതുന്നുണ്ടോ? കുറിച്ച് വെക്കണേ, ടൈപ്പ് ചെയ്ത് വെക്കണേ. നാലാമത്തത് ന്യൂ ബർത്ത് ഓഫ് എ ബിലീവർ, ഒരു വിശ്വാസിയുടെ വീണ്ടും ജനനം. അതിലേക്കുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഇൻവേഷൻ, കടന്നുവരവ്. ന്യൂ ബർത്ത് ഓഫ് എ ബിലീവർ. ഇത് യോഹന്നാൻ 3-ൽ കാണാം, യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ. ഇതിനെ ഇൻവേഷൻ ഇൻ ടു എ സിനേഴ്സ് ഹാർട്ട് എന്നാണ് പറയുന്നത്. ഒരു പാപിയുടെ ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ ആത്മാവിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നാക്രമിച്ച് കയറി അതിനകത്ത് ദൈവരാജ്യം സ്ഥാപിച്ച് അവന് ദൈവരാജ്യത്തിൽ പ്രവേശനം നൽകി മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കൊണ്ടുപോകുന്ന, ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അത്ഭുതം. വേറെ എന്ത് കുഷ്ഠരോഗി സൗഖ്യമായാലും മരിച്ചവർ ഉയർത്തെഴുന്നേറ്റതൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷേ നമ്മുടെ നിത്യതയ്ക്ക് മാറ്റം വരുത്തിയ ഒരു സംഭവമാണ് ന്യൂ ബർത്ത് അല്ലെങ്കിൽ പുനർജനനം, വീണ്ടും ജനനം, ബോണഗേനാകുക എന്നൊക്കെ പറയുന്നത്, രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. അതാണ് നാലാമത്തേത്. അഞ്ചാമത്തേത് പെന്തക്കോസ്റ്റ് ഔട്ട്പോറിങ്. പെന്തക്കോസ്ത് നാളിലെ ഔട്ട്പോറിങ്ങിന് എന്താ പറയുക? ആത്മപകർച്ച. പെന്തക്കോസ്തിലെ ആത്മപകർച്ച, പെന്തക്കോസ്ത് നാളിലെ ആത്മപകർച്ച. അപ്പോസ്തലപ്രവൃത്തി 2-ലാണത് കാണുന്നത്. അതൊരു ഭയങ്കര സംഭവമായിരുന്നു, ഹിസ്റ്ററി മേക്കിംഗ്. ദി ഔട്ട്പോറിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഓൺ ഓൾ ഫ്ലഷ്. സകല ജഡത്തിൻ്റെ മേലും പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച, സകല ജഡത്തിൻ്റെ മേലും പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച.
അതാണ് അഞ്ചാമത്തേത്, പെന്തക്കോസ്റ്റ് ഔട്ട്പോറിംഗ്. അടുത്തത് വെരി എക്സൈറ്റിംഗ്, ജെൻറ്റൈൽ ഇൻക്ലൂഷൻ. ജാതികളുടെ ഉൾപ്പെടുത്തൽ അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിൽ. അപ്പോൾ 10-ാം അധ്യായം വരെ ഈ പെന്തക്കോസ്ത് നാളിൽ വലിയൊരു ആത്മപകർച്ച ഉണ്ടായെങ്കിലും അതിനുശേഷം ഇങ്ങോട്ട് ജാതികളിലേക്ക് ഒത്തിരി സുവിശേഷത്താതെ ഇങ്ങനെ കിടക്കുമായിരുന്നു. എന്നാൽ അപ്പോസ്തല പ്രവൃത്തിയിൽ 10-ാം അധ്യായത്തിൽ പത്രോസിനെ ഉപയോഗിച്ചുകൊണ്ട് കൊർന്നല്യൂസിൻ്റെ വീട്ടിലേക്ക് വന്ന ആ സംഭവമാണ് ഈ പറയുന്നത്. അവിടെയാണ് ജാതികളെ കൂടെ ഉൾപ്പെടുത്തുന്ന ഒരു മേജർ സംഭവം ഉണ്ടായത്. ഇവിടെ ദ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ഓൾ റേഷ്യൽ, കൾച്ചറൽ ആൻഡ് റിലീജിയസ് ബാരിയേഴ്സ് നടക്കുന്നത് അതാണ്. അതായത് വർഗീയമായ, സാംസ്കാരികമായ, മതപരമായ സകലവിധ തടസ്സങ്ങളെയും തച്ചുടച്ച് പരിശുദ്ധാത്മാവ് ജാതികളിലേക്ക്, യഹൂദരല്ലാത്ത മനുഷ്യരിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു കയറി. അതാണ് ജെൻറ്റൈൽ ഇൻക്ലൂഷൻ. 7-ാമത്തേത് കുറിച്ച് വയ്ക്കുക, എൻഡ് ടൈം ഇൻവിറ്റേഷൻ. അന്ത്യകാല ക്ഷണം. അന്ത്യകാലത്തൊരു ക്ഷണമുണ്ട്. റെവലേഷൻ ചാപ്റ്റർ 22, വെളിപ്പാട് പുസ്തകം 22. കണ്ടോ, ഉൽപ്പത്തി പുസ്തകം 1 തുടങ്ങിയതാണ്, വെളിപ്പാട് പുസ്തകം അവസാനം വരെ 66 പുസ്തകങ്ങളിലായിട്ട് 7 മേജർ ഇൻവേഷൻസ്. പരിശുദ്ധാത്മാവിൻ്റെ കടന്നുവരവ് അല്ലെങ്കിൽ കടന്നാക്രമണം. അതിൽ ഇവിടെ നടക്കുന്നത് ദ എൻഡ് ടൈം ഇൻവിറ്റേഷൻ, അന്ത്യകാല ക്ഷണം. അവിടെ നടക്കുന്നത് ദ സ്പിരിറ്റ് ആൻഡ് ദ ബ്രൈഡ് ഇൻവൈറ്റ് ഓൾ ഹു ആർ തേഴ്സ്റ്റി. അവിടെ ദാഹിക്കുന്ന എല്ലാവരെയും രണ്ട് പേർ ചേർന്ന് വിളിക്കുകയാണ്. ആരൊക്കെയാണ്? ദ സ്പിരിറ്റ് ആൻഡ് ദ ബ്രൈഡ്. ആത്മാവും മണവാട്ടിയും. ആത്മാവും യേശുവിൻ്റെ മണവാട്ടിയും, ആത്മാവും യേശുവിൻ്റെ സഭയും, അഥവാ നമ്മളും. പരിശുദ്ധാത്മാവും സഭയും ചേർന്ന് ദാഹിക്കുന്ന എല്ലാവരെയും വന്ന് പാനം ചെയ്യുവാൻ. എന്ത് പാനം ചെയ്യുവാൻ? ജീവജലം കുടിക്കുവാൻ. സൗജന്യമാണ്. ഫ്രീ എന്ന് പറഞ്ഞാൽ ഫ്രീ. ഒരു പാക്കറ്റ് പാല് മേടിക്കാൻ കാശ് കൊടുക്കണ്ടേ? ഒരു ബോട്ടിൽ മിനറൽ വാട്ടർ മേടിക്കാൻ കാശ് കൊടുക്കണ്ടേ? ഒരു ബോട്ടിൽ കോക്ക് മേടിക്കാൻ കാശ് കൊടുക്കണ്ടേ? ഒരു ഗ്ലാസ് ജ്യൂസിന് കാശ് കൊടുക്കണ്ടേ? പക്ഷെ ജീവജലം സൗജന്യമാണ്. പക്ഷെ അതിലെന്താ സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജനങ്ങളെ തന്നിലേക്ക് ജീവജലം സൗജന്യമായി കൊടുക്കുവാൻ വേണ്ടി തന്നിലേക്ക് ക്ഷണിക്കുന്ന ഒരു ഭയങ്കരമൊരു ക്ഷണം നടക്കും. അതിലൂടെയുള്ള പരിശുദ്ധാത്മാവിൻ്റെ കടന്നുവരവ്, ആക്രമണം. അപ്പോൾ ഞാൻ 7 പരിശുദ്ധാത്മാ കടന്നുവരവ് അല്ലെങ്കിൽ ആക്രമണങ്ങൾ തന്നു കഴിഞ്ഞു. ഇന്നത്തെ ദിവസം ഇനിയുള്ള മിനിറ്റുകൾ കൊണ്ട് ഞാൻ ഒന്നുകൂടി അതൊന്ന് ചെറിയൊരു രൂപരേഖ നൽകിയിട്ട് നാളെ മുതൽ അതിൽ ഓരോന്നും എടുത്ത് ഒരല്പം വിശാലമായി നമ്മളൊന്ന് പഠിക്കാൻ പോകും. ആർ യു റെഡി? ഇതിൽ പലതിലൂടെയും പോകുന്ന സമയത്ത് ഈ 7 മേഖലകളിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ വ്യക്തിപരമായും കുടുംബപരമായും സഭാപരമായും ഒക്കെ ഭയങ്കരമായ ചില മാറ്റങ്ങൾ ഉണ്ടാകാൻ പോവുക. ഓക്കെ, ഓരോന്നെടുത്തോട്ടെ. ഒന്ന് വായിച്ചേ അല്ലെങ്കിൽ ലൈവ് ചാറ്റിലൊന്ന് ടൈപ്പ് ചെയ്തിട്ട് 7 മേജർ ഹോളി സ്പിരിറ്റ് ഇൻവേഷൻ. നമ്പർ 1 ഒന്ന് പറഞ്ഞേ. ഒന്നാമത്തേത് ക്രിയേഷൻ ഓഫ് ദ യൂണിവേഴ്സ്. ഒന്നാമത്തേത് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയാണ്. പ്രപഞ്ച സൃഷ്ടിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. പ്രപഞ്ച സൃഷ്ടി ഇന്നും ഒരു മിസ്റ്ററിയാണ്. ശാസ്ത്രജ്ഞന്മാർക്ക്, വിദ്യാഭ്യാസ വിദഗ്ധന്മാർക്ക്, ഭയങ്കര സ്കോളേഴ്സിന്, ചിന്തകന്മാർക്കൊക്കെ ഇന്നും പ്രപഞ്ചോൽപത്തി ഒരു രഹസ്യമാണ്. ഇവ ചുമ്മാ ഗൂഗിളിൽ ചെന്നിട്ട് ദി സീക്രട്ട് ഓഫ് ദി എവല്യൂഷൻ ഓഫ് ദ യൂണിവേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നടിച്ചാൽ, അല്ലെങ്കിൽ ദ എവല്യൂഷൻ ഓഫ് ദ യൂണിവേഴ്സ് എന്നടിച്ചാൽ 100 കണക്കിന് തിയറി കിട്ടും. ഒത്തിരി പേര് വിശ്വസിക്കുന്ന വിശ്വാസങ്ങൾ, ഓരോ മതങ്ങൾ ഉണ്ടാക്കിയ പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചുള്ള കഥകൾ, ശാസ്ത്രലോകം കൊണ്ടുവരുന്ന സിദ്ധാന്തങ്ങൾ, പരിണാമ സിദ്ധാന്തം ഉൾപ്പെടെയാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് പ്രപഞ്ചോൽപത്തി എന്ന് പറയുന്നതിന് വേണ്ടി മാത്രം നിരവധി തത്വങ്ങളും സിദ്ധാന്തങ്ങളും തിയറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇന്നും മനുഷ്യ മനസ്സിന് ഇതൊരു രഹസ്യമാണ്.
ആ രഹസ്യത്തെ പൊട്ടിക്കുന്നതാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ 1-2 വചനങ്ങൾ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദ ഹെവൻസ് ആൻഡ് ദി എർത്ത്. എന്ന് വെച്ചാൽ ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദ യൂണിവേഴ്സ്. സിമ്പിൾ. എന്നാൽ 2-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഈ ക്രിയ ചെയ്തതെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നാളെ വിശദമായിട്ട് കയറും. പക്ഷെ ഇന്ന് ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സൃഷ്ടിപ്പിൻ്റെ ആത്മാവാണ്. പിതാവായ ദൈവമാണ് സൃഷ്ടിക്കുന്ന കൽപ്പനകൾ പുറപ്പെടുവിക്കുന്നതെങ്കിലും യേശു കർത്താവാണത് എക്സിക്യൂട്ട് ചെയ്യുവാൻ വേണ്ടി പുറപ്പെടുന്നതെങ്കിൽ പരിശുദ്ധാത്മാവാണ് ആക്ച്വൽ ക്രിയേഷൻ ചെയ്യുന്നത്. ഇങ്ങനെ 3 വ്യക്തികൾ ചേർന്ന ഒരു ത്രിയേക ദൈവമാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചത്. പരിപാടി കഴിഞ്ഞു. In other words, this universe has a creator, a maker. ഈ മൊബൈൽ ഫോണ് ആപ്പിൾ കമ്പനി ഉണ്ടാക്കിയതാണ്. നിങ്ങളുടെ കയ്യിൽ സാംസങ്ങിൻ്റെ കാണും, ഓപ്പോയുടെ കാണും, പിന്നെന്താണ്, ഏതൊക്കെ കമ്പനി ഉണ്ട് അതെല്ലാം കാണും. ഓക്കെ, അതിനൊരു മേക്കറുണ്ട്, മാനുഫാക്ചറുണ്ട്, ഒരു ക്രിയേറ്ററുണ്ട്. അപ്പം നമുക്ക് വേണ്ടേ ഈ കാണുന്ന എല്ലാം കൂടി ചേർന്നതിന് വേണ്ടി സിമ്പിൾ ലോജിക് ക്യാമറ, സിമ്പിൾ ലോജിക് തന്നെ അങ്ങ് ഉണ്ടാകുന്നതല്ലല്ലോ. ഒരു കാര്യം തന്നെ ഉണ്ടാകുന്നില്ല. അതിൻ്റെ പുറകിൽ ഒരു കോസ് ഉണ്ടായിരിക്കണം. അതിൻ്റെ പുറകിൽ ഇൻ്റലിജൻസ് വേണം. ബുദ്ധിപൂർവ്വം മാത്രം ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോഡ്കാസ്റ്റ് മൈക്ക് ഡിസൈൻ ചെയ്ത്, ഇതൊരു സ്പഞ്ച് പോലത്തെ സാധനം, അതിൻ്റെ അകത്ത് അതിലൊരു നെറ്റ് പോലത്തെ ഒരു സാധനമുണ്ട്, അതിൻ്റെ അകത്ത് മാഗ്നറ്റ്സ് ഉണ്ട്, കോണുകൾ. ഇപ്പോഴത്തെ സിസ്റ്റം എനിക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ ബോഡി ഉണ്ട്, ഇത് കേബിളുണ്ട്, ഇതെല്ലാം കൂടി ഇതിൻ്റെ ആമുണ്ട്, ഇതെല്ലാം കൂടി ചേർന്ന് ഇതിനൊരു മേക്കറുണ്ട്, ഒരു കമ്പനി അതുണ്ടാക്കി, അത് ഡിസൈൻ ചെയ്ത ഡിസൈനേഴ്സ് ഉണ്ട്, അത് കണ്ടുപിടിച്ച ആളുകളുണ്ട്. ഇതുപോലെ തന്നെ ഈ കാണുന്ന ഭീമാകാരമായ പ്രപഞ്ചത്തിനും ഒരു സൃഷ്ടാവുണ്ട്. നിങ്ങളെ എന്നെയും സൃഷ്ടിച്ചൊരു സൃഷ്ടാവുണ്ടെന്ന് ആ ബോധ്യമാണ് നമുക്ക് വെളിച്ചം നൽകുന്നത്. 2-മത്തത് ഇൻകാർണേഷൻ ഓഫ് ജീസസ്. ലൂക്കോസിൻ്റെ സുവിശേഷം 1 എഴുതി വെച്ചല്ലോ. ഇതൊക്കെ നീ ഈ സമയത്തൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടുകൊണ്ടിരിക്കണേ. 2-മത്തെ എന്താണെന്ന് ചോദിച്ചാൽ ഉടനെ തന്നെ പറഞ്ഞോളണം, ഉടനെ ടൈപ്പ് ചെയ്തിടണം. ഇൻകാർണേഷൻ ഓഫ് ജീസസ് നടന്നത് യേശുവിൻ്റെ ജഡാവതാരം, അതായത് വചനം മാംസമായി തീർന്നത്, ആത്മാവാകുന്ന ദൈവം മനുഷ്യ ശരീരത്തിലോട്ട് വന്നത് ഒരു പെങ്കൊച്ചിലൂടെയാണ്. വെർജിൻ ഗേൾ, കന്യകയിലൂടെ. 13 വയസ്സിനും ഒരു പക്ഷേ 19 വയസ്സിനൊക്കെ ഇടയിലെ അന്ന് യേശുവിൻ്റെ അമ്മ മറിയയ്ക്ക് പ്രായം കാണൂ എന്നാണ് ആളുകൾ, ബൈബിളിലില്ല, അങ്ങനെയാണ് ആളുകൾ മനസ്സിലാക്കുന്നത്. കാരണം അന്നത്തെ കാലത്ത് ആ സമയത്താണ് വിവാഹം നടക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ അമ്മ മറിയയുടെ വിവാഹം നിശ്ചയം കഴിഞ്ഞിട്ടുള്ള ആ സമയത്താണ് പരിശുദ്ധാത്മാവ് വരുന്നത്. അതിനെ ഒരു ഇൻഡിവിജ്വൽ ഇൻവേഷൻ എന്ന് പറയുന്നത്, ഒരു വ്യക്തിയിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. അപ്പോൾ അവിടെ ഒരു ക്രിയേഷൻ നടക്കും. അതിനെക്കുറിച്ച് ഞാൻ അടുത്ത ദിവസങ്ങളിൽ സംസാരിക്കും. ഇപ്പോൾ ഒന്ന് റെഡിയായി മാനസികമായി ഒന്ന് ഒരുങ്ങാൻ വേണ്ടി ഇന്നത്തേതൊരു ജസ്റ്റ് ആപ്പിറ്റൈസർ മാത്രം, സ്റ്റാർട്ടർ മാത്രമാണ്. 3-മത്തെ എന്താണെന്ന് പറഞ്ഞ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടെ. 3-മത്തേത് ബാപ്റ്റിസം ഓഫ് ജീസസ്, മത്തായി 3. യേശു കർത്താവ് വെള്ളത്തിൽ സ്നാനം കഴിഞ്ഞ് കയറുന്ന ഉടൻ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്നാനം താൻ സ്വീകരിക്കുകയാണ്. അല്ലെങ്കിൽ പ്രാവ് രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. അതിലൂടെ സംഭവിച്ചത് ശുശ്രൂഷയ്ക്ക് വേണ്ടി താൻ എക്യുപ്ഡായി മാറി. നമ്മുടെയും ജീവിതത്തിൽ നമുക്കത് ആവശ്യമാണ്. ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മളും ഒരുങ്ങണം, നമ്മളും തയ്യാറാകണം. അടുത്തത് നമ്മൾ കാണുന്ന 4-മത്തേത് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടെ. 4-മത്തേത് ന്യൂ ബർത്ത് ഓഫ് എ ബിലീവർ, ഒരു വിശ്വാസിയുടെ വീണ്ടും ജനനം. അതൊരു ഭയങ്കര സംഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഏറ്റവും വലിയ മിറക്കിൾ എന്ന് പറയുന്നതാണ്. യോഹന്നാൻ 3 കാണുന്നത് ഇൻവേഷൻ ഇൻ ടു എ സിന്നേഴ്സ് ഹാർട്ട്. ഒരു പാപിയുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവേശിക്കുമ്പോൾ തൻ്റെ അകത്ത് അതുവരെ ചാത്ത് കിടന്നിരുന്ന ആത്മാവ് ജീവിച്ച് ഒരു പുതിയ സൃഷ്ടിയായി, ന്യൂ ക്രിയേഷനായിട്ട് മാറും. ഭയങ്കര സംഭവമാണ്. ഏതെങ്കിലും ഒരു ഡോക്ടർക്ക് ചെയ്യാൻ കഴിയുമോ? ഏതെങ്കിലും ഒരു സൈക്യാട്രിസ്റ്റിന് ചെയ്യാൻ കഴിയുമോ? സൈക്കോളജിസ്റ്റിന് ചെയ്യാൻ കഴിയുമോ? ആർക്കും ചെയ്യാൻ കഴിയാത്ത ഒരു ക്രിയ, വൻ ക്രിയ, അത്ഭുതകരമായൊരു പ്രവൃത്തി നമ്മുടെ ആത്മാവിൽ നടക്കുന്നു. അനുഭവിച്ചവർക്കറിയാം. അനുഭവിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്.
ഇന്ന് നിങ്ങൾക്ക് ഒരു പുതിയ സൃഷ്ടിയായി മാറാൻ കഴിയും. പരിശുദ്ധാത്മാവിനെ അകത്തോട്ട് സ്വീകരിച്ചാൽ മതി. അടുത്തത് പെന്തക്കോസ്റ്റ് ഔട്ട്പോറിങ്. പരിശുദ്ധാത്മ പകർച്ച, പെന്തക്കോസ്റ്റ് നാളിലുണ്ടായ പരിശുദ്ധാത്മ പകർച്ച. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ അവിടെ സംഭവിക്കുന്ന ഞാൻ പറഞ്ഞല്ലോ, സകല ജഡത്തിൻ്റെ മേലും, പഴയ നിയമത്തിൽ സകല ജഡത്തിൻ്റെ മേലും പരിശുദ്ധാത്മ പകർച്ച ഇല്ലായിരുന്നു. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്പൊറാഡിക്കായിട്ട് 1-2 പേരൊക്കെ പ്രവചന ശുശ്രൂഷ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നു, ലീഡ് ചെയ്യുന്നു, ഇതൊക്കെ ഉള്ളായിരുന്നു. പക്ഷേ ആരായാലും, ആണായാലും പെണ്ണായാലും ഏത് ജാതിയായാലും എന്ന രീതിയിലുള്ള ഒരു പകർച്ച ആരംഭിച്ചത് പെന്തക്കോസ്ത് നാളിലാണ്. അത് ചരിത്രത്തിലൊരു സംഭവമായിരുന്നു. ചരിത്രത്തെ വഴിതിരിച്ചു വിട്ടൊരു സംഭവമാണ് പെന്തക്കോസ്ത് നാളിലെ പരിശുദ്ധാത്മ പകർച്ച. അടുത്തത് ജെൻറ്റൈൽ ഇൻക്ലൂഷൻ, ജാതികളുടെ ഉൾപ്പെടുത്തൽ. അതുവരെ യഹൂദന് മാത്രം എല്ലാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഏത് ജാതിയിലും പെട്ടവരെ കർത്താവ് കൈക്കൊണ്ട് എല്ലാവർക്കും പരിശുദ്ധാത്മ പകർച്ചയും രക്ഷയും സകലവും നൽകുവാനുള്ള ഒരു ഭയങ്കര മൂവായിരുന്നു, ഇൻവേഷനായിരുന്നു ഈ 6-ാമത്തേത്. അപ്പോസ്തല പ്രവൃത്തികൾ 10 കൊർന്നല്യൂസിൻ്റെ ഒരു വീട്ടിൽ വെച്ചാണ് നടക്കുന്നത്. അടുത്തത് ദി ലാസ്റ്റ് വൺ. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നത് എസ്റ്റാബ്ലിഷ്ഡ് ആകാൻ വേണ്ടിയിട്ട്. അടുത്തത് ദ എൻഡ് ടൈം ഇൻവിറ്റേഷൻ. അന്ത്യകാലത്ത് ഒരു ഭയങ്കര ഇൻവിറ്റേഷൻ പോകുന്നുണ്ട്. എന്തിനുള്ള ഇൻവിറ്റേഷനാണ്? ജീവജലം കുടിക്കാൻ വേണ്ടി വരാൻ ദാഹിക്കുന്നവരെല്ലാം വാ വാ വാ. ബൈബിളിൻ്റെ അവസാന പുസ്തകം വെളിപാട് പുസ്തകം 22-ാം അധ്യായത്തിലാണ് അത് സംഭവിക്കുന്നത്. ദ സ്പിരിറ്റ് ആൻഡ് ദ ബ്രൈഡ് ഇൻവൈറ്റ് ഓൾ ഹു ആർ തേഴ്സ്റ്റി. ദാഹിക്കുന്ന എല്ലാവരും വാ 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 എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുക. ഇങ്ങനെ 7 പ്രധാനപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ കടന്നുവരവും ആക്രമണവും അതാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിക്കുന്നത്. ഞാൻ ഇനി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. എല്ലാവരും റെഡി ആയിക്കോ. അതിനുമുമ്പ് ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾ ആരെങ്കിലും വ്യക്തിപരമായി യേശുവിനെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ സ്വീകരിക്കണേ. നെഞ്ചിൽ കവിച്ച് പറ, യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് എൻ്റെ രക്ഷകനായി, എൻ്റെ കർത്താവായി ഞാൻ അങ്ങയെ സ്വീകരിക്കുന്നു. ആമേൻ. മരണം വരെ അതുപോലെ തന്നെ ജീവിക്കണം. കൈനീട്ടാം. കർത്താവ് ജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഈ കണ്ണുകൾക്ക് പ്രയാസമുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട്. കണ്ണിൽ നിന്നിങ്ങനെ വെള്ളം ഒഴുകുക, കണ്ണിൻ്റെ ഈ കൃഷ്ണമണികൾ ഇങ്ങനെ തിരിഞ്ഞിരിക്കുക, അതുപോലെ കണ്ണിൽ ഭയങ്കരമായ പെയിനുള്ളവർ, ലെൻസിന് പ്രയാസമുള്ള, കാറ്ററാക്റ്റ് ഉള്ളവർ, ഷോർട്ട് സൈറ്റ്, ലോങ് സൈറ്റ് ഉള്ളവർ, ഗ്ലോക്കോമ പോലെയുള്ളതുള്ളവർ, യേശുവിൻ്റെ നാമത്തിൽ അതെല്ലാം സൗഖ്യമാകട്ടെ. പരിശുദ്ധാത്മാവ് ആ കണ്ണുകളിലേക്ക് കടന്ന് കയറി ചെന്ന് സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. അതുപോലെ വായ്ക്കകത്തുള്ള ചില രോഗസൗഖ്യങ്ങൾ കാണുന്നു. നാവിൽ, ഗംസിൽ, മോണയിൽ, പല്ല്, വായ്ക്കകത്ത് ക്യാൻസറോ പുണ്ണോ മുറിവോ ബ്ലിസ്റ്റേഴ്സോ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. കഴുത്തിൻ്റെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. കാൽപാദത്തിൽ ഉള്ള എന്തൊക്കെയോ, പ്രത്യേകിച്ച് ഈ ഉപ്പൂറ്റിയുടെ അവിടെ ആ കാലിൻ്റെ അസ്ഥി അവസാനിക്കുന്ന ഭാഗത്ത് അസ്ഥി വളർച്ച പോലെയുള്ള എക്സ്ട്രാ ഗ്രോത്ത് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കാൽമുട്ടുകളിൽ, കൈമുട്ടുകളിൽ, വിവിധ ജോയിൻറ്റുകളിലുള്ള നീർവീക്കവും വേദനയും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. വിടുതലുണ്ടാകട്ടെ. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ വലിയ രോഗസൗഖ്യവും വിടുതലും ഇപ്പോൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. നിങ്ങൾ കൈനീട്ടുമ്പോൾ ഈ ബ്രസ്റ്റ് ക്യാൻസർ പോലെ വളരെ ക്ലിയറായിട്ട് കാണുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ആ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഏത് രീതിയിലുള്ള ക്യാൻസറും സൗഖ്യമാകട്ടെ. എന്ത് രോഗമാണെങ്കിലും, എന്ത് പ്രയാസമാണെങ്കിലും കർത്താവെ, ഞങ്ങൾക്ക് അങ്ങേ ഉള്ളൂ, ഇവർക്കും അങ്ങേ ഉള്ളൂ. അങ്ങൊരത്ഭുതം ചെയ്യുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഇന്നത്തേത് വചനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, എൻ്റെ വചനമല്ലല്ലോ, ഇഷ്ടപ്പെടാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കർത്താവിൻ്റെ വചനമാണ്. തേനിനേക്കാളും തേൻകട്ടയേക്കാളും ഉപരിയായി വചനത്തെ സ്നേഹിക്കുന്നെങ്കിൽ ഇതിൻ്റെ ലിങ്കുകൾ ദയവായി നിങ്ങളുടെ വാട്സപ്പ് സ്റ്റേറ്റസിലിടുക, ഗ്രൂപ്പുകളിടുക. ചിലർക്കൊക്കെ നാണോ ഇതൊക്കെ ഇടാൻ, ഐഡൻറ്റിഫൈ ഇല്ല ആളുകൾ. ഡയം ബ്രദറിൻ്റെ ഇതൊക്കെയാണ് ഇപ്പോൾ. ആ ലജ്ജ കർത്താവ് ഇവിടെ വന്നപ്പോൾ നാണിച്ചില്ലല്ലോ. കർത്താവിനെ ഓർത്ത്, എന്നെ ഓർത്തല്ല. എല്ലാവർക്കും ഇട്ടുകൊടുക്കുക. കർത്താവ് ധാരാളം അനുഗ്രഹിക്കും. നാളെ വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.